വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ജനിച്ചത്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു അദ്ദേഹം. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായിട്ടുമുണ്ട്. ബഷീർ ആദ്യകാലങ്ങളിൽ പ്രഭ എന്ന തൂലികാ നാമത്തിലാണ് ഉജ്ജീവനമെന്ന മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരുന്നത്. സാമാന്യ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ജീവസുറ്റതായി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പ്രേമലേഖനം, ബാല്യകാല സഖി, എന്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടാർന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവയാണ്. ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവീ നിലയം. മതിലുകൾ, ബാല്യകാല സഖി എന്ന കൃതികളും ചലച്ചിത്രമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. 30ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ബഷീർ. അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടാർന്നു എന്നീ കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജിമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 50-ാം വയസ്സിൽ ഭാര്യ ഫാത്തിമ ബീവി എന്ന ഫാബി ബഷീർ തന്റെ കഥാപാത്രങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആസ്വാദനത്തിന്റെ പരകോടിയിലെത്തിച്ചിട്ട് 1994 ജൂലൈ 5 ആ ഇമ്മിണി വലിയ കലാകാരൻ യാത്രയായി. ചക്രവാളത്തിന്റെ അങ്ങേക്കരയിലെ സ്വപ്നലോകത്തിലെ സുൽത്താനാകാൻ. രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ഉന്നത ജാതിക്കാരുടെയും കഥകൾ മാത്രം കേട്ട് രസിച്ചിരുന്ന മലയാളികളെ, മലയാളത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ തകിടം മറിച്ച് നവോത്ഥാനത്തിന്റെ വലിയ അലകൾ നമ്മിൽ കൊണ്ടെത്തിച്ച ബഷീർ എന്ന വലിയ കഥാകാരന്റെ മരിക്കാത്ത ഓർമ്മകൾ മങ്ങാതെ മായാതെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു.